ഇപ്പൊ ഇവര് 3 പേര് മാത്രമല്ല, ഇവിടെ വരാത്ത കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. 34 പേരുണ്ട് മൊത്തം. 34 പുറത്തുണ്ട്. 40+ എന്നാണ്. 34 അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. നീ അത് എല്ലാം ഒന്നും സൗണ്ട് ഇല്ലാത്തോണ്ട് ഇവൻ ഉദ്ദേശിച്ചത് 34 അല്ല. ഇടയ്ക്ക് പറഞ്ഞാൽ മതി കേട്ടോ. ഇതിപ്പോ പഞ്ചാബി ഹൗസിലെ ദിലീപേട്ടനും പഞ്ചാബി ഹൗസ് പഞ്ചാബി ഹൗസ് അങ്ങനെയാണ് ഇപ്പൊ ഇത് പോകുന്നത്. പറഞ്ഞ സൗണ്ട് തോന്നിയെന്ന് ഇത് കൊച്ചി ഖലീഫ. ഇവരെ മാറ്റിയെടുത്ത് എന്തിനാന്ന് ഇപ്പൊ മനസ്സിലായി. ഇനിയെങ്കിലും നിങ്ങൾ അംഗീകരിക്കും. അംഗീകരിച്ചിരിക്കുന്നു. പക്ഷെ ഞങ്ങള് നിങ്ങളെ എന്തേരം മാറ്റി എഴുതിയിരിക്കുന്നു ദൂരത്തോട്ട് ഈ വിധിയും മനസ്സിലാക്കുക. ഹൈദർക്ക് എനിക്ക് തോന്നുന്നു ഹൈദർക്കൊപ്പം ഞങ്ങൾ ആദ്യമായിട്ടൊന്നുള്ളൂ ഇന്റർവ്യൂ. ഞാനും വിഷ്ണു ഒരുമിച്ച്. അതെ അതെ. നീ ഉണ്ടാവുമെന്ന് തോന്നില്ല. എനിക്ക് തോന്നുന്നില്ല അതിനല്ല മാളികപ്പുറത്തിന് ഇനിയൊരു ഇന്റർവ്യൂവിന് ഹൈദരാലി ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. മാളികപ്പുറത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കറിയത്തില്ല സപ്പോർട്ട്. ആനന്ദ് ശ്രീവാലയ്ക്ക് നീ പറഞ്ഞാൽ ആനന്ദ് മാത്രല്ല മാളികപ്പുറം മാത്രമല്ല ആനന്ദ് ശ്രീവാലയും സപ്പോർട്ട് അപ്പൊ ഇത് മൊത്തം ഇങ്ങനെ ഇരിക്കാനാണ് ഉദ്ദേശം? അല്ലല്ല ഞങ്ങളുണ്ട് കൂടെ. മുകേഷ് ശ്രാവണത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? അപ്പം മുകേഷ് എന്തായാലും ആ സ്നേഹം എന്നോട് കാണിക്കാതിരിക്കില്ലല്ലോ. നേരത്തെ ഫിക്സ് ചെയ്തേക്കാം. ഞാൻ ഇൻഫോം ചെയ്തതാണ് നാളെ ഈ പ്രോഗ്രാം. അല്ലെ തീർച്ചയായിട്ടും അവര് മാറ്റി ഇന്നൊക്കെ പോയി. നിങ്ങള് മാറ്ററിന്ന് പോയി. പിന്നെ നമ്മള് മുകേഷ് ചേട്ടൻ മന്നാരും പറയത് മുകേഷ് ചേട്ടൻ എന്തായാലും ഏറ്റവും അലമ്പ് ഷോ ഇതായിരിക്കും. ഇങ്ങനെ എല്ലാം സീരിയസ് ഇന്റർവ്യൂ വൺ അലമ്പ് ഇല്ല 1-2 ഞങ്ങള് കൊടുത്തിട്ടുണ്ടോ? പിന്നെ എന്നല്ലേ ഉള്ളൂ തുടങ്ങിയത് പിടിച്ചിരുത്താൻ വേണ്ടി. ഞാൻ നാളെ എയറിലാവലെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നില്ല. മാളികപ്പുറം ടീം വീണ്ടും ഒന്നിക്കുന്നു എന്ന് ഈ സിനിമയുടെ വേറൊരു സക്സസ് ആയിട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാണുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും മാളികപ്പുറം സിനിമ കണ്ടിട്ട് ഈ ഒരു സിനിമയിലേക്ക് ഒരു വലിയ വ്യത്യാസമാണ് ഇതിനകത്തുള്ളത് അല്ലെ? മാളികപ്പുറം ഇതുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത സിനിമ. അത്തരം ഒരു സബ്ജക്റ്റിലേക്ക് ഡയറക്ടറിന് എത്താൻ അത്ര ധൈര്യം ഒരാളുടെ കാരണമുണ്ടല്ലോ. മനസ്സിലായി എന്തുകൊണ്ട് ഞാൻ സുമതി പിടിക്കാനായിട്ട്. അല്ല, നല്ല കഥയായിരുന്നു ആളുടെ കയ്യിൽ നിന്ന്. മാളികപ്പുറം അതെ, സുമതിയോളം അതെ, ഈ 1-2 കഥകളും കേട്ടിട്ടുണ്ട്. എല്ലാം എനിക്ക് നന്നായിട്ട് തോന്നിയ കഥകൾ എന്തായാലും ചെയ്യും. പക്ഷെ ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു സുമതിയോളവിന് മുന്നേ മാളികപ്പുറം കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ഒരു സത്യം പറഞ്ഞ ഒരു വലിയ ബഡ്ജറ്റിലൊരു സിനിമ. അതിന്റെ ആർട്ടിസ്റ്റും എല്ലാം ഓൾമോസ്റ്റ് ലോക്കായി. അല്ല അതൊന്നും അല്ല, ഇതിന്റെയൊക്കെ ഒരുപാട് അർജുൻ അറിയാം. പക്ഷെ അർജുൻ ഉണ്ട് എല്ലാത്തിലും. അർജുൻ അർജുൻ മാത്രല്ല ഇനി അദ്ദേഹത്തിന് ഒഴിവാക്കി അങ്ങനെ വല്ല വെട്ടുകളോ. ഞാൻ അഭിലാഷിന് എല്ലാ പടത്തിലും ഉണ്ട്. അടുത്ത 4 പടത്തിൽ തന്നെ പല മീഡിയ ഇന്റർവ്യൂലും പറഞ്ഞു. പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അഭിലാഷിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനായിട്ടല്ല പറഞ്ഞു, അഭി തന്നെ എല്ലായിടത്തും. അല്ല, അർജുനും ഉണ്ട്, ബാലു ഉണ്ട്, സുമതികളിൽ ആരിലും ഒരാളും കാണുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.